നമസ്കാരം. ഞാനിന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ തന്നെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. അധികം ആർക്കും അത്ര പരിചിതമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ഒരു ദിവസം ഒരു ഒഴിവ് ദിവസം നല്ല രീതിയിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കും ഈ കോട്ടൂരത്തെ ഈ ആന റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇവിടെ നമുക്ക് വലിയ ആനകൾ മുതൽ, അതായത് ഏറ്റവും വലിയ താപ്പാനയായിട്ടുള്ള ഒരു 80 വയസ്സുകാരൻ സോമൻ മുതൽ 4 വയസ്സുകാരി കുഞ്ഞ് ആമിനക്കുട്ടി വരെ നമുക്കിവിടെ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ ഇവിടുത്തെ ആനക്കുട്ടികളെയും ആനക്കൊമ്പന്മാരെയും എല്ലാം കുളിപ്പിക്കുന്ന സ്ഥലം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കുട്ടവഞ്ചിയിലാണ്. ഈ കുട്ടവഞ്ചി സവാരി ഏകദേശം 30 മിനിറ്റോളം നമുക്ക് ഈ ഒരു തടാകത്തിൽ കറങ്ങി അടിക്കാനായിട്ട് പറ്റും. ഒരു വളരെ ചെറിയ തുച്ഛമായ തുകയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. എന്ന് വന്നാലും ഇവിടെ ഈ ഒരു കുട്ടവഞ്ചി സവാരി ഉണ്ടാവും. നമ്മുടെ പുറകിൽ കാണാം, ഈ തടാകത്തിന് ചുറ്റും നല്ല മനോഹരമായ പച്ചപ്പാണ്. അതിൻ്റെ പുറകിൽ അവിടെ ആ കോട മൂടിക്കിടക്കുന്നത് അഗസ്ത്യാർ മലനിരകളാണ്. കുട്ടവഞ്ചി കൂടി ഇങ്ങനെ സവാരി ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പെഡൽ ബോട്ടിങ്ങും മറ്റേ 2 പേർക്ക് സഞ്ചരിക്കാവുന്ന വേറെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചില വർക്കുകൾ നടക്കുന്നത് കൊണ്ട് ഇപ്പം ഇവിടെ ഈ കുട്ടവഞ്ചി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഈ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൽ കൂടി ഒരു അരമണിക്കൂർ യാത്രയാണ് നമുക്ക് കുട്ടവഞ്ചി ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത്. 4 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. 400 രൂപയാണ് 4 പേർക്ക് ഈ കുട്ടവഞ്ചിയിൽ അരമണിക്കൂർ ഇങ്ങനെ ഈ തടാകത്തിൽ കൂടി യാത്ര ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 400 രൂപ കൊടുത്ത് ഈ കുട്ടവഞ്ചിയിൽ കയറുന്നത് ശരിക്കും വർത്ത് തന്നെയാണ്. കാരണം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കാണാം, 2 സൈഡിൽ നല്ല കാട്, അതിൻ്റെ നടുക്ക് കൂടി നമ്മളിങ്ങനെ വളരെ ശാന്തമായി വളരെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ തൊട്ടുപുറയിലുണ്ട്. ഇന്ത്യയിലെ എന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് ഈ നിൽക്കുന്ന സോമൻ. 82 വയസ്സോളം ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആന എന്നുള്ള ഒരു റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കാനുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ
ഓണറാണ് ഈ നിൽക്കുന്ന സോമൻ. അപ്പം നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വന്നാൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമ്മുടെ ഈ സോമൻ തന്നെയാണ്. സോമനെ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കുങ്കിയാനയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിരവധി സർവീസസ് നടത്തി വന്നിരുന്ന ഒരാനയാണ്. 82 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പോലും ആളിപ്പോഴും നല്ല ഉഷാറാണ്, നല്ല ചുറുചുറുക്കാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഷെൽട്ടർ കെട്ടി ഇവിടെ ഇങ്ങനെയാണ് ഇതുപോലെ ആനകളെ എല്ലാം പാർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അവർക്കൊരു ദിവസം മുഴുവൻ കൊടുക്കുന്ന ഫുഡ് അത് ഒന്നിതാണ്, ഈ വളർത്തുപുല്ല്, പിന്നെ പ്ലാവിലയൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ആമിനക്കുട്ടി. 4 വയസ്സുകാരിയാണ്, ഇവിടുത്തെ ഏറ്റവും കുറുമ്പത്തി. ഈ ആമിനയുടെ കഥ പറയുകയാണെങ്കിൽ വളരെ വിഷമകരമായ ഒരു പാസ്റ്റാണ് കേട്ടോ ഉള്ളത്. അതായത് ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലോട് കല്ലാറ് ഇത്തരത്തിലൊരു ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ അവിടേക്ക് ആമിനയും അമ്മയും കൂടി നടന്നു വരുമ്പോൾ ആ അമ്മയാന ആ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ഷോക്കേറ്റ് മരണപ്പെടുകയായിരുന്നു. അന്ന് കുഞ്ഞാണ്, തീരെ കുഞ്ഞാണ്, പാല് കുടിക്കുന്ന പ്രായമാണ്. ഈ അമ്മ മരിച്ചു പോയതുപോലും അറിയാതെ ആമിനക്കുട്ടി അന്ന് ഈ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആന ചരിഞ്ഞു പോയതിന് ശേഷവും എന്നാണ് ഈ വനപാലകർ പറയുന്നത്. അവരവിടുന്ന് എടുത്തുകൊണ്ട് പിന്നീട് ഈ ആന സങ്കേതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ഇവിടെയാണ് വളർന്നത്. ഇവിടെ ഇപ്പം ഏറ്റവും കുറുമ്പത്തിയായി എല്ലാ ഇവിടുത്തെ ജീവനക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ആമിന മാറിയിട്ടുണ്ട്. നമ്മുടെ ആമിനയുടെ കൂടെ മറ്റൊരു കുഞ്ഞും കൂടിയുണ്ട്, രാജു 2 വയസ്സുകാരനാണ്. അപ്പം ഇവരെ രണ്ടുപേരെയും പക്ഷേ 2 സ്ഥലത്ത് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ജീവനക്കാർ പറയുന്നത് ഇവർക്ക് പെട്ടെന്ന് ചെറിയ പ്രായമായതുകൊണ്ട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, പ്രതിരോധശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയാണ്. ദേ കണ്ടില്ലേ, ഈ ടയർ വെച്ച് കളിയാണ് 24/7 പുള്ളിക്കാരിയുടെ പണി. അതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടം. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനയെ കണ്ടു, ഏറ്റവും പ്രായം കൂടിയ ആനയെ കണ്ടു. ഇതിനിടയ്ക്ക് 14 ആനകൾ കൂടിയുണ്ട്. അപ്പം ഇവരെല്ലാം ഈ ആമിനെ പോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ഹാപ്പി ആയിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. നമുക്ക് ആളുകൾക്കും ഇവിടെ വന്ന് ഇവരെയൊക്കെ ദൂരെ മാറി നിന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്.